Green's theorem. Today we are going to discuss about the Green's theorem. വെക്റ്റർ കാൽക്കുലസിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറാണ് ഗ്രീൻസ് തിയറം. സോ തിയറം എന്താണെന്ന് പറയുന്നതിന് മുമ്പ് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിഫൈൻ ദ ഡയറക്ഷൻ ഓഫ് എ കർവ്. ഒരു സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് സി തന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ നമുക്ക് രണ്ട് രീതിയിൽ പറയാം, പോസിറ്റീവ് ഡയറക്ഷനും നെഗറ്റീവ് ഡയറക്ഷനും. ഇവിടെ പോസിറ്റീവ് ഡയറക്ഷൻ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഫിഗറിൽ നോക്കൂ, പോസിറ്റീവ് ആർ എന്ന് പറയുന്നതാണ് നമ്മളെ റീജിയൻ ആൻഡ് ഇറ്റ് ഈസ് ദ റീജിയൻ ബൗണ്ടഡ് ബൈ എ കർവ് സി. ഇതാണ് നമ്മൾ സി എന്ന് പറയുന്ന കർവ് ആൻഡ് ആർ ഈസ് ദ റീജിയൻ. അപ്പോൾ ഈ ഈ കർവിൻ്റെ ഡയറക്ഷൻ എന്ന് പറയുന്നത് പോസിറ്റീവ് ഡയറക്ഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഈ കർവിലൂടെ ഒരാൾ നടക്കുമ്പോൾ ആ കർവ് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ ആ ആളുടെ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് വരുന്നതെങ്കിൽ ഈ കർവിൻ്റെ ഡയറക്ഷൻ എന്തായിരിക്കും? പോസിറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും. അതായത് ഈ കർവ് ഇങ്ങനെയാണ് ഇതിൻ്റെ ഡയറക്ഷൻ വിചാരിക്കും. അപ്പോൾ ഇതിലൂടെ ഒരാൾ നടക്കുമ്പോൾ അയാളുടെ ലെഫ്റ്റ് സൈഡിലായിരിക്കും ഈ കർവ് ബൗണ്ട് ചെയ്യുന്ന റീജിയൻ വരുന്നത്. അതുകൊണ്ട് ഈ കർവിൻ്റെ ഡയറക്ഷൻ എന്താണ്? പോസിറ്റീവ് ഡയറക്ഷനാണ്. അതായത് ഡയറക്ഷൻ എന്താണ്? കൗണ്ടർ ക്ലോക്ക് വൈസ് ആണ്. ഇനി നെഗറ്റീവ് ഡയറക്ഷൻ എങ്ങനെ പറയുന്നത് വെച്ചാൽ ഈ കർവിലൂടെ, ഇവിടെ ഒരു കർവ് ഉണ്ട്, ഇതാണ് നമ്മൾ കർവ്, സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് സി ഉണ്ട്. ഈ കർവിലൂടെ ഒരാൾ നടക്കുമ്പോൾ അയാളുടെ ഈ റീജിയൻ ബൗണ്ടഡ് ബൈ ദ കർവ് അയാളുടെ റൈറ്റ് സൈഡിലാണ് വരുന്നതെങ്കിൽ ഈ കർവിൻ്റെ ഡയറക്ഷൻ നമുക്ക് നെഗറ്റീവ് ഡയറക്ഷൻ എന്ന് പറയാം. അതായത് ഈ ഡയറക്ഷനിലൂടെ ഒരാൾ നടക്കുമ്പോൾ അയാളുടെ റൈറ്റ് സൈഡിലായിട്ടായിരിക്കും ഈ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത്, ഈ ക്ലോസ്ഡ് പാത്തിൻ്റെ ബൗണ്ട് ചെയ്യുന്ന റീജിയൻ വരുന്നത്. അപ്പോൾ ഈ കർവിൻ്റെ ഡയറക്ഷൻ എന്താവും? നെഗറ്റീവ് ഡയറക്ഷൻ ആയിരിക്കും, അല്ലെങ്കിൽ ക്ലോക്ക് വൈസ് ഡയറക്ഷൻ. അടുത്തതായിട്ട് ലൈൻ ഇൻ്റഗ്രൽസ് ഓൺ സിമ്പിൾ ക്ലോസ്ഡ് കർവ്. അതിനെ എങ്ങനെയൊക്കെ എഴുതാം എന്നുള്ളതാണ്. ഫസ്റ്റ് ഇത് ഇങ്ങനെ എഴുതാം: ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഡി. ഇവിടെ നോക്കൂ, ഇവിടെ ഡയറക്ഷൻ, ഇവിടെ ഈ കേർവിൻ്റെ അവിടെ നമ്മൾ ഈ കേർവ് സീൻ്റെ സിമ്പിൾ ക്ലോസ്ഡ് പാത്ത് സീൻ്റെ ഡയറക്ഷൻ ഇവിടെ ഡിനോട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ എന്താണ് ഡയറക്ഷൻ? ഇവിടെ ഇത് കൗണ്ടർ ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ ഈ കേർവിൻ്റെ സീൻ്റെ ഡയറക്ഷൻ എന്താണ്? ഇറ്റ് ഈസ് പോസിറ്റീവ്ലി ഓറിയൻറ്റഡ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ ഡയറക്ഷൻ എന്താണ്? പോസിറ്റീവ് ഡയറക്ഷൻ ആണ്. നെഗറ്റീവ് ഡയറക്ഷൻ ആണെങ്കിൽ നമ്മൾ അതിനെ ഇങ്ങനെ ഡിനോട്ട് ചെയ്യും: ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ഡി വൈ. ഇവിടെ ഡയറക്ഷൻ എങ്ങനെ കൊടുത്തിരിക്കുന്നത്? ക്ലോക്ക് വൈസ് ആണ് കൊടുത്തിരുന്നത്. അതേപോലെ ഇതിനെ ഇങ്ങനെയും ഡിനോട്ട് ചെയ്യാം: ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഓഫ് എക്സ് വൈ ഡി എസ്. ഇങ്ങനെയും ഈ ലൈൻ ഇൻ്റഗ്രലിനെ നമുക്ക് എഴുതാം. ഇനി നമുക്ക് ഗ്രീൻസ് തിയറം എന്താണെന്ന് നോക്കാം. തിയറത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇങ്ങനെയാണ്: സപ്പോസ് ദാറ്റ് സി ഈസ് എ പീസ് വൈസ് സ്മൂത്ത് സിമ്പിൾ ക്ലോസ്ഡ് കർവ് ബൗണ്ടിങ് എ സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആർ. സി എന്താണ്? ഒരു പീസ് വൈസ് സ്മൂത്ത് ആയിട്ടുള്ള സിമ്പിൾ ക്ലോസ്ഡ് കർവാണ്, ബൗണ്ടിങ് എ സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആർ. ആൻഡ് ഇഫ് പി ക്യൂ ഡോ പി ബൈ ഡോ വൈ ആൻഡ് ഡോ ക്യൂ ബൈ ഡോ എക്സ് ആർ കണ്ടിന്യൂസ് ഓൺ ആർ. സി ഒരു പീസ് വൈസ് സ്മൂത്ത് ആയിട്ടുള്ള സിമ്പിൾ ക്ലോസ്ഡ് കർവാണ് ആൻഡ് ഇറ്റ് ഈസ് ബൗണ്ടിങ് എ റീജിയൻ ആർ. ഒരു സിംപ്ലി കണക്റ്റഡ് റീജിയൻ ആറിനെ ബൗണ്ട് ചെയ്യുന്നുമുണ്ട്. ആൻഡ് പി ക്യൂ ഡോ പി ബൈ ഡോ വൈ ആൻഡ് ഡോ ക്യൂ ബൈ ഡോ എക്സ്, ഇതെല്ലാം എന്താണ്? ആർ എന്ന ആ റീജിയൻ ആറിൽ കണ്ടിന്യൂസ് ആണ്. അങ്ങനെയാണെങ്കിൽ ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈ ഈക്വൽ ടു എന്താവും? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഡി എ ആയിരിക്കും. ഇതാണ് ഗ്രീൻസ് തിയറത്തിൽ പറയുന്നത്. ഇനി നമുക്ക് പ്രൂഫ് നോക്കാം. പ്രൂഫിൽ we will prove the theorem for a region R that is simultaneously of type 1 and 2. simultaneously type 1 and type 2 region ആണ് നമ്മളത്, ആ region R അതിനാണ് നമ്മളിത് പ്രൂവ് ചെയ്യുന്നത്. അപ്പോൾ R ടൈപ്പ് 1 region ആണ് R എന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതാണ് ടൈപ്പ് 1 region. ടൈപ്പ് 1 region ആകുമ്പോൾ അവിടെ എന്താണ്? വൈന് വേരിയബിൾ ലിമിറ്റാണ്, എക്സിന് എന്താണ്? കോൺസ്റ്റൻറ്റ് ലിമിറ്റാണ്. അപ്പോൾ ഇങ്ങനത്തെ റീജിയനിൽ നമ്മൾ റീജിയൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്തിരുന്നത്? ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈന് വരയ്ക്കും, എല്ല് വരയ്ക്കും. അപ്പോൾ ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം? വൈ ലിമിറ്റും എക്സ് ലിമിറ്റും കണ്ടുപിടിക്കാം അല്ലേ? അപ്പോൾ ഈ ലൈന് ഈ റീജിയനിൽ എവിടെ എൻ്റർ ചെയ്യുന്നത്? അറ്റ് വൈ ഈക്വൽ ടു G1 ഓഫ് എക്സ്, ലീവ് ചെയ്യുന്നത് വൈ ഈക്വൽ ടു G2 ഓഫ് എക്സ്.
അപ്പോൾ വൈൻ്റെ ലിമിറ്റ് എന്താവും g1(x) ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ലെസ് ദാൻ ഓർ ഈക്വൽ ടു g2(x) ആവും. ഇനി എക്സ് ലിമിറ്റ് കാണണം. എക്സ് ലിമിറ്റ് കാണാൻ എന്ത് ചെയ്യണം, ഈ ലൈന് ഇവിടെ മുതൽ ഇവിടം വരെ നീക്കുമ്പോൾ എന്താവുന്നുണ്ട്, ഈ കംപ്ലീറ്റ് റീജിയൻ കവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ എക്സ് ലിമിറ്റ് എന്താവും a ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു b എന്ന് കിട്ടും. അതാണ് ടൈപ്പ് 1 റീജിയൻ്റെ ലിമിറ്റ്. ഇനി ഇവിടെ ടൈപ്പ് 2 റീജിയൻ. ടൈപ്പ് 2 റീജിയൻ ഇങ്ങനെയാണ്. അപ്പോൾ ഈ റീജിയൻ്റെ ലിമിറ്റ് എന്താണെന്ന് നോക്കണം. ടൈപ്പ് 2 റീജിയൻ്റെ ലിമിറ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എങ്ങനെ ലൈൻ വരഞ്ഞിരുന്നത്, ഹൊറിസോണ്ടൽ ലൈനാണ് വരയുന്നത്. ഹൊറിസോണ്ടൽ ലൈന് L വരെയും. അപ്പോൾ അത് ഈ റീജിയനിൽ എവിടെ എൻ്റർ ചെയ്യുന്നത് അറ്റ് x ഈക്വൽ ടു h1(y)ലാണ്. ആൻഡ് ലീവ് ചെയ്യുന്നത് എവിടെയാണ്, x ഈക്വൽ ടു h2(y). അതുകൊണ്ട് എക്സിൻ്റെ ലിമിറ്റ് എന്താവും h1(y) ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു h2(y) എന്ന് കിട്ടും. ഇനി ഇവിടെ എന്തായിരിക്കും, വൈൻ്റെത് എന്താവും, കോൺസ്റ്റൻറ്റ് ലിമിറ്റ് ആവും. അപ്പോൾ ഈ റീജിയൻ കംപ്ലീറ്റ് കവർ ചെയ്യാൻ ഈ ലൈൻ എവിടെ മുതൽ എവിടം വരെ മൂവ് ചെയ്യണം, ഈ പോയിന്റ് C ടു D മൂവ് ചെയ്യണം. അപ്പോൾ എക്സിൻ്റെ ലിമിറ്റ് എന്താവും, C ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ലെസ് ദാൻ ഓർ ഈക്വൽ ടു D ആവും. ഇനി കൺസിഡറിങ് R ആസ് എ ടൈപ്പ് 1 റീജിയൻ. R എന്താണ്, നമ്മൾ ടൈപ്പ് 1 റീജിയൻ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിവിടെ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R ഡോ P ബൈ ഡോ Y dA കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R ടൈപ്പ് 1 റീജിയനിൽ കാൽക്കുലേറ്റ് ചെയ്യണം. ടൈപ്പ് 1 റീജിയൻ ആവുമ്പോൾ എന്താണ്, ടൈപ്പ് 1 റീജിയനിൽ എന്താണ്, വൈന് എന്താണ് വേരിയബിൾ ലിമിറ്റാണ്, എക്സിന് എന്താണ് കോൺസ്റ്റൻറ്റ് ലിമിറ്റാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ എന്ത് വരും, വൈന് വേരിയബിൾ ലിമിറ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ ഡിഫറൻഷിയേറ്റ് ചെയ്യും. എക്സിന് കോൺസ്റ്റൻറ്റ് ലിമിറ്റാണ്, അതുകൊണ്ട് രണ്ടാമത് ലാസ്റ്റാണ് നമ്മൾ എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ R ഡോ P ബൈ ഡോ Y dA എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ A ടു B ഇൻ്റഗ്രൽ g1(x) ടു g2(x) ഡോ P ബൈ ഡോ Y dy dx എന്ന് എഴുതാം. ഇനി എന്ത് ചെയ്യുക, ഇൻ്റഗ്രൽ A ടു B അവിടെ വെക്കുക. ഫസ്റ്റ് എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു y ഇൻ്റഗ്രേറ്റ് ചെയ്യുക. അതെന്താണ്, ഇൻ്റഗ്രൽ g1(x) ടു g2(x) ഡോ P ബൈ ഡോ Y dy dx എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ A ടു B. എന്താണ് ഇത്, ഇൻ്റഗ്രൽ ഡോ P ബൈ ഡോ Y dy എന്താണ്, അവിടെ നമ്മൾ ഡോ P ബൈ ഡോ Y ആകുമ്പോൾ എന്താണ്, വിത്ത് റെസ്പെക്ട് ടു എക്സ് പാർഷ്യൽ ഡിഫറൻഷിയേറ്റ് ചെയ്തതാണ് അല്ലേ. അതിനെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു Y പാർഷ്യൽ ഡിഫറൻഷിയേഷൻ ചെയ്തതാണ്. അപ്പോൾ അതിന് വിത്ത് റെസ്പെക്ട് ടു Y ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എന്താവും, കംപ്ലീറ്റ് ഫംഗ്ഷൻ ആവും. ദാറ്റ് ഈസ് ഈക്വൽ ടു P(x)y. ഇൻ്റഗ്രൽ ഡോ P ബൈ ഡോ Y dy എന്തായിരിക്കും, P(x)y ആവും. അവിടുത്തെ ലിമിറ്റ് എന്താണ്, g1(x) ടു g2(x) ആണ്. സോ ലിമിറ്റ് g1(x) g2(x) dx. ഇനി അടുത്ത എന്താണ്, ലിമിറ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്തു. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ഇവിടുത്തെ ഇൻ്റഗ്രൽ A ടു B അവിടെ തന്നെ ഉണ്ടാവും. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ P(x)y ആണ്. അവിടെ ലിമിറ്റ് എന്താണ്, y ആണ്. വിത്ത് റെസ്പെക്ട് ടു y അല്ല ഇൻ്റഗ്രേറ്റ് ചെയ്തത്. അപ്പോൾ വൈൻ്റെ ലിമിറ്റാണ് തന്നിട്ടുള്ളത്, g1(x)ഉം g2(x)ഉം. അപ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും, P(x) വൈൻ്റെ സ്ഥലത്ത് എന്ത് ചെയ്യുക, എക്സിന് അങ്ങനെ തന്നെ വെക്കുക, കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. എന്നിട്ട് വൈന് എന്ത് ചെയ്യുക, ലിമിറ്റ് അപ്ലൈ ചെയ്യുക. അപ്പോൾ വൈൻ്റെ സ്ഥലത്ത് അപ്പർ ലിമിറ്റ് എന്താണ്, g2(x) മൈനസ് P(x), g1(x) dx എന്ന് കിട്ടും. ഇനി അടുത്തതായിട്ട് എന്താ ചെയ്യുന്നത്, ഇവിടെ ലിമിറ്റ് എന്താണ്, ഇൻ്റഗ്രൽ A ടു B P(x) g2(x) മൈനസ് P(x) g1(x) dx ആണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യുക, ലിമിറ്റ് ഇൻ്റഗ്രൽ സ്പ്ലിറ്റ് ചെയ്ത് കൊടുക്കുക, മൈനസ് അല്ല വരുന്നത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, രണ്ട് സെപ്പറേറ്റ് ടേംസ് ആയിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് എഴുതാം, ഇൻ്റഗ്രൽ A ടു B P(x) g2(x) dx മൈനസ് ഇൻ്റഗ്രൽ A ടു B P(x) g1(x) dx എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇവിടെ ഇൻ്റഗ്രൽ A ടു B P(x) ഇൻ്റഗ്രൽ A ടു B P(x) g2(x) ഇൻ്റഗ്രൽ A ടു B അല്ലേ. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റഗ്രേഷൻ എന്ത് ചെയ്യുക, റിവേഴ്സ് ചെയ്യുക. ഇൻ്റഗ്രേഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ അതെന്താവും, ഇൻ്റഗ്രൽ A ടു B എന്നുള്ളത് എന്താവും, മൈനസ് ഇൻ്റഗ്രൽ B ടു A എന്നാവും. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി, മൈനസ് ഇൻ്റഗ്രൽ A ടു B ആയിരുന്നു. അപ്പോൾ അതിനെ ഇൻ്റഗ്രേഷൻ റിവേഴ്സ് ചെയ്യുമ്പോൾ എന്താവും, മൈനസ് ഇൻ്റഗ്രൽ B ടു A P(x) g2(x) dx മൈനസ് അടുത്തത് എന്താണ്, അത് അതേപോലെ തന്നെ എഴുതി. അവിടെ ഇൻ്റഗ്രേഷൻ റിവേഴ്സ് ചെയ്യുന്നൊന്നുമില്ല. ഇൻ്റഗ്രൽ A ടു B P(x) g1(x) dx എന്ന് കിട്ടും. ഇനി മൈനസ്, രണ്ടിലും മൈനസ് ഉണ്ട്. അപ്പോൾ മൈനസിനെ നമ്മൾ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കും. അപ്പോൾ എന്താ വരിക, ഫസ്റ്റ് മൈനസിനെ പുറത്തേക്ക് എടുക്കുമ്പോൾ ഇവിടെ
ഇവിടുന്ന് മൈനസ് എടുക്കുമ്പോൾ ഈ ടേം നോക്കൂ, ഇവിടുന്ന് മൈനസ് പുറത്തേക്ക് എടുക്കുമ്പോൾ അതെന്താവും, പ്ലസ് ആവും അല്ലേ. ആ ടേം നമ്മൾ ഫസ്റ്റ് എഴുതി. പ്ലസ് ഇൻ്റഗ്രൽ എ ടു ബി പി ഓഫ് എക്സ് ജി വൺ ഓഫ് എക്സ്. ഇവിടുന്ന് മൈനസ് എടുക്കുമ്പോൾ എന്താണ്, പ്ലസ് ആണ്. ഈ ടേം ഇങ്ങോട്ട് എഴുതി, അതാണ് രണ്ടാമത് എഴുതിയത്. സെക്കൻഡ് ടേം ഫസ്റ്റും എഴുതി, ഫസ്റ്റ് ടേം സെക്കൻഡും ആയിട്ട് എഴുതാണ്. അപ്പം ഇതെടുക്കുമ്പോൾ എന്താവും, ഇൻ്റഗ്രൽ ബി ടു എ പി ഓഫ് എക്സ് ജി ടു ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും റീഅറേഞ്ച് ചെയ്തു, മൈനസിനെ പുറത്തേക്ക് എടുത്തിട്ട്. ഇതെന്താണ്, ദിസ് ഈസ് എന്താണ്, മൈനസ് ഓഫ് ഇൻ്റഗ്രൽ എ ടു ബി പി ഓഫ് എക്സ് ജി വൺ ഓഫ് എക്സ് ഡി എക്സ് പ്ലസ് ഇൻ്റഗ്രൽ ബി ടു എ പി ഓഫ് എക്സ് ജി ടു ഓഫ് എക്സ് ഡി എക്സ് എന്ന് കിട്ടും. ഇതെന്താണ്, മൈനസ് ഉണ്ട്, മൈനസിനെ പുറത്ത് വെച്ചു. ബാക്കിയുള്ളത് ഈ ടേം എന്താണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് വൈ ഡി എക്സ് അല്ലേ. ഇവിടെ നോക്കൂ, ഇൻ്റഗ്രൽ എ ടു ബി പി ഓഫ് എക്സ് ജി ഇൻ്റഗ്രൽ എ ടു ബി പി ഓഫ് എക്സ് ജി വൺ ഓഫ് എക്സ് ഡി എക്സ് പറഞ്ഞാൽ എന്താണ്, അലോങ് ദിസ് കർവ് ഇവിടം വരെ അല്ലേ. പി ഓഫ് ഇവിടം വരെ കർവിൻ്റെ ഇവിടം വരെയുള്ള ഇൻ്റഗ്രേഷനാണ്. ഇനി അടുത്ത ടേം എന്താണ്, ഇൻ്റഗ്രൽ ബി ടു എ പി ഓഫ് എക്സ് ജി ടു ഓഫ് എക്സ് ഡി എക്സ് ആണ് അല്ലേ. അപ്പോൾ എന്താണ്, അത് ഇവിടം മുതൽ ഇവിടം വരെയും. അതായത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്താൽ നമുക്കപ്പോൾ എന്താ കിട്ടുക, ഇൻ്റഗ്രൽ ഓവർ ദ കർവ് സി പി ഓഫ് എക്സ് വൈ ഡി എക്സ്. ഓക്കെ, പി ഓഫ് എക്സ് വൈ ഡി എക്സ് എന്ന് കിട്ടും. സോ എന്താ നമുക്ക് കിട്ടിയത്, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ പി ബൈ ഡോ വൈ ഡി എ ഈക്വൽ ടു മൈനസ് ഓഫ് ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് വൈ ഡി എക്സ് നീട്ടി. അത് നമ്മൾ ഇക്വേഷൻ 1 ആയിട്ട് ചൂസ് ചെയ്തു. ഇനി നെക്സ്റ്റ് കേസിൽ നമ്മൾ എന്താണ്, വി കൺസിഡർ ആർ ആസ് എ ടൈപ്പ് 2 റീജിയൻ. ആറിന് നമ്മളൊരു ടൈപ്പ് 2 റീജിയൻ ആയിട്ട് കൺസിഡർ ചെയ്തു. എന്നിട്ട് അവിടെ നമ്മൾ എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഡി എ. നേരത്തെ നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ പി ബൈ ഡോ വൈ ഡി എ ആയിരുന്നു കാൽക്കുലേറ്റ് ചെയ്തത്. ഇവിടെ നമ്മൾ ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഡി എ കാണും. അപ്പോൾ ഇവിടെ എന്താണ്, ടൈപ്പ് 2 റീജിയൻ ആണ്. അപ്പോൾ അവിടെ എക്സിന് വേരിയബിൾ ലിമിറ്റും വൈന് കോൺസ്റ്റൻറ്റ് ലിമിറ്റും ആയിരിക്കും. സോ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഫസ്റ്റ് ഇൻ്റഗ്രേറ്റ് ചെയ്യും, ദെൻ വിത്ത് റെസ്പെക്ട് ടു വൈ ഇൻ്റഗ്രേറ്റ് ചെയ്യും. സോ ഇതിന് നമുക്ക് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ സി ടു ഡി ഇൻ്റഗ്രൽ എച്ച് വൺ ഓഫ് വൈ ടു എച്ച് ടു ഓഫ് വൈ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഡി എക്സ് ഡി വൈ എന്നെഴുതാം അല്ലേ. സോ ഇൻ്റഗ്രൽ സി ടു ഡി അവിടെ തന്നെ വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, വിത്ത് റെസ്പെക്ട് ടു എക്സ് ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ദാറ്റ് ഈസ് ഇൻ്റഗ്രൽ എച്ച് വൺ ഓഫ് വൈ ടു എച്ച് ടു ഓഫ് വൈ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഇൻറ്റു ഡി എക്സ് ഡി വൈ. എന്താണിത്, ഇൻ്റഗ്രൽ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഡി എക്സ് എന്താണ്, ദാറ്റ് ഈസ് ക്യൂ ഓഫ് എക്സ് വൈ ആൻഡ് വി ഹാവ് ടു അപ്ലൈ ദ ലിമിറ്റ് എന്താണ്, എച്ച് വൺ ഓഫ് വൈ ടു എച്ച് ടു ഓഫ് വൈ. സോ ദിസ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ സി ടു ഡി ക്യൂ ഓഫ് എക്സ് വൈ എച്ച് വൺ ലിമിറ്റ് എന്താണ്, എച്ച് വൺ ഓഫ് വൈ ടു എച്ച് ടു ഓഫ് വൈ ഡി വൈ. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോഴോ, ഇൻ്റഗ്രൽ സി ടു ഡി അവിടെ തന്നെ ഉണ്ട്, ക്യൂ ഓഫ് എക്സിനാണല്ലേ, എച്ച് ടു ഓഫ് വൈയും എച്ച് വൺ ഓഫ് വൈയും എന്തിൻ്റെ ലിമിറ്റാണ്, എക്സിൻ്റെ ലിമിറ്റാണ്. സോ ഇൻ പ്ലേസ് ഓഫ് എക്സ് വി അപ്ലൈ ദ ലിമിറ്റ്സ് എന്താണ്, എച്ച് ടു ഓഫ് വൈയും എച്ച് വൺ ഓഫ് വൈയും. സോ ക്യൂ ഓഫ് എച്ച് ടു ഓഫ് വൈ വൈ മൈനസ് ക്യൂ ഓഫ് എച്ച് വൺ ഓഫ് വൈ വൈ ഡി വൈ. അടുത്ത സ്റ്റെപ്പിൽ നമ്മളിവിടെ ലിമിറ്റ് സ്പ്ലിറ്റ് ചെയ്യുകയാണ്. ഓക്കെ, ഈ ലിമിറ്റ് ഈ കംപ്ലീറ്റ് ടേമിനുള്ള ലിമിറ്റാണ് ഇൻ്റഗ്രൽ സി ടു ഡി. നമ്മൾ ഓരോ ടേമിനും ലിമിറ്റ് അപ്ലൈ ചെയ്യാം. അപ്പോൾ എന്താണ്, ഇൻ്റഗ്രൽ സി ടു ഡി ക്യൂ ഓഫ് എച്ച് ടു ഓഫ് വൈ വൈ ഡി വൈ. ഫസ്റ്റ് ടേമിന് അങ്ങനെ തന്നെ എഴുതി. സെക്കൻഡ് ടേമിൽ നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ മൈനസ് ഉണ്ടല്ലേ, മൈനസ് ഇൻ്റഗ്രൽ സി ടു ഡി ക്യൂ ഓഫ് എച്ച് വൺ ഓഫ് വൈ വൈ ഡി വൈ എന്നാണ് വേണ്ടത്. അവിടെ മൈനസ് ഒഴിവാക്കി പ്ലസ് ആക്കി. അപ്പോൾ എന്ത് ചെയ്യണം, ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ് റിവേഴ്സ് ചെയ്യണം. അപ്പോൾ പ്ലസ് ഇൻ്റഗ്രൽ ഡി ടു സി പ്ലസ് ഇൻ്റഗ്രൽ ഡി ടു സി ക്യൂ ഓഫ് എച്ച് വൺ ഓഫ് വൈ ക്യൂ ഓഫ് എച്ച് വൺ ഓഫ് വൈ വൈ ഡി വൈ എന്നെഴുതാം. ഇനി ഇത് നേരത്തെ നമ്മൾ കണ്ട പോലെ ടൈപ്പ് 2 റീജിയനിൽ ഇൻ്റഗ്രൽ സി ടു ഡി ദെൻ പ്ലസ് ഇൻ്റഗ്രൽ ഡി ടു സി എന്ന് വരുന്നുണ്ട്. അപ്പോൾ അതെന്ത് ചെയ്യും, ആ കംപ്ലീറ്റ് റീജിയനെ, ആ കർവിനെ ആ കർവ് മൊത്തം കവർ ചെയ്യും. അതുകൊണ്ട് നമുക്ക് അതിനെ കംപ്ലീറ്റ് ആയിട്ട് എങ്ങനെ എഴുതാം, ഇൻ്റഗ്രൽ ഓവർ ദ കർവ് സി ക്യൂ ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി ക്യൂ ഓഫ് എക്സ് വൈ ഡി വൈ എന്ന് എഴുതാം.
നോക്കുക നമുക്ക് ഇക്വേഷൻ 1ഉം ഇക്വേഷൻ 2ഉം കിട്ടിയിട്ടുണ്ട്. ഇക്വേഷൻ 1 ആൻഡ് 2നെ കമ്പൈൻ ചെയ്തിട്ട് നമ്മളിവിടെ ഗ്രീൻസ് തിയറത്തിൽ പറഞ്ഞ ഇക്വേഷനിലേക്ക് എത്തുമോ നോക്കാം. അപ്പോൾ ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഡി എക്സ് പ്ലസ് ക്യൂ ഡി വൈനെ നമുക്ക് എങ്ങനെ എഴുതാം? ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് വൈ ഡി എക്സ് പ്ലസ് ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി ക്യൂ ഓഫ് എക്സ് വൈ ഡി വൈ എന്നെഴുതാം. ഇനി ഇക്വേഷൻ 1ൽ നോക്കൂ, ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് വൈ ഡി എക്സ് അല്ലേ, ദിസ് ഈസ് ഈക്വൽ ടു വാട്ട്? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ പി ബൈ ഡോ വൈ ഡി എ. ഇതെന്താണ്? മൈനസ് ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് വൈ ഡി എക്സ് ആണ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ പി ബൈ ഡോ വൈ ഡി എ വരുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമുക്കുള്ളത്? ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി പി ഓഫ് എക്സ് വൈ ഡി എക്സ് ആണ്, ആൻഡ് ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ പി ബൈ ഡോ വൈ ഡി എ എന്ന് എഴുതാം. ആൻഡ് ലൈൻ ഇൻ്റഗ്രൽ ഓവർ സി ക്യൂ ഓഫ് എക്സ് വൈ ഡി വൈ എന്താണ്? ഇവിടുന്ന് നമുക്ക് എഴുതാം ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് ഡി എ എന്നെഴുതാം. അപ്പോൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്തിട്ട് എങ്ങനെ എഴുതാം? ഡബിൾ ഇൻ്റഗ്രൽ ഓവർ ആർ ഡോ ക്യൂ ബൈ ഡോ എക്സ് മൈനസ് ഡോ പി ബൈ ഡോ വൈ ഇൻറ്റു ഡി എ. That is line integral over C P dx plus Q dy equal to double integral over R dou Q by dou x minus dou P by dou y dA. Hence the theorem.